33ാമത് ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കാനായി കോഴിക്കോട് നാടും നഗരവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമാവുകയാണ് SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിളംബര ജാഥ, അതായത് ഡബിൾ ഡെക്കർ ബസ്സിലുള്ള വിളംബര ജാഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങിയ എല്ലാ ടീമുകളിലുള്ള ആളുകളും ഒത്തുചേർന്ന് കോഴിക്കോട് നഗരത്തിലൂടെ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ അതിഗംഭീരമായ മനോഹരമായ യാത്ര നടത്തുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഫുട്ബോൾ കളിയുടെ താരം, അതോടൊപ്പം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ്, ഫുട്ബോൾ കളിയുടെ താരം CK വിനോദ് എന്നിവരാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്ത് തോന്നുന്നു SFIയുടെ ഒരു ആഘോഷത്തിൽ പങ്കാളിയാകുമ്പോ? സന്തോഷം. SFI മാത്രമല്ല, എല്ലാ എന്താ പറയാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഇതിന്റെ എന്താ പറയാ ഇതേപോലെയുള്ള പരിപാടികൾ നടത്തട്ടെ. ഞങ്ങൾക്കൊക്കെ എല്ലാത്തിന്റെയും ഭാഗമാകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും നടത്തട്ടെ. ഇപ്പം ഇവര് തുടങ്ങിയതിന് സന്തോഷം. ബ്രസീൽ ജയിക്കണമെന്നായിരിക്കും ആഗ്രഹം. അഥവാ ബ്രസീൽ അല്ലെങ്കിൽ ആരായിരിക്കും വിജയാവാൻ ആഗ്രഹിക്കുന്നത്? നല്ലോണം കളിക്കുന്ന ആൾക്കാരെ ജയിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഒരു കാരണവശാലും അർജന്റീന ജയിക്കണം എന്ന് ഇപ്രാവശ്യം ഞാൻ പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, കാരണം മെസ്സി അർഹിച്ചിരുന്നു, അദ്ദേഹത്തിന് അത് കിട്ടി. ഇനിയിപ്പോ റൊണാൾഡോ കളിച്ച് ജയിക്കുവാണെങ്കിൽ അവർ ജയിക്കട്ടെ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കേരളത്തിൽ പൊതുവെ ഒരു അർജന്റീന ബ്രസീൽ കോംബോ ആണ്. സഞ്ജയ് ഒന്നും കരുതണ്ട, അതായത് ബ്രസീലും അർജന്റീനയും എപ്പോ ഒരു കോമ്പറ്റീഷൻ മൈൻഡാണ് ഇവിടെ. എന്തായിരിക്കും കാരണം? കാരണം പണ്ട് തൊട്ട് അവരെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇതൊക്കെ റൊണാൾഡോ വന്നവരെ എടുത്തിട്ടൊക്കെ പോയായിരിക്കും. അതിനു മുന്നേ ഇവരൊന്നും കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. അപ്പോ അതൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അർജന്റീന ബ്രസീൽ എന്നുള്ളത്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് എത്ര കാലമായാലും, അതായത് മറഡോണ, പെലെ ഇവരെ കാലം തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള കാലം തൊട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ പോകും എന്നുള്ളതാണ്. നമ്മള് കേരളീയർക്ക് അതുപോലെ ഇന്ത്യക്കാർ മൊത്തം ഫുട്ബോളെ വളരെ ആരാധിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ഇന്ത്യ എപ്പോ ഇതിലൊരു ക്വാളിഫൈ ആവും? നമുക്കിപ്പോ സ്വപ്നം മാത്രമാണ്. അത് സ്വപ്നം മാത്രമായിട്ട് തന്നെ കുറെ നാളത്തേക്കും കൂടി നിൽക്കും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്, നമ്മളെ തലപ്പത്തുള്ളവരുടെ ചിന്താഗതി മാറാത്തിടത്തോളം കാലം നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അതിനൊരു റൂട്ട് മാപ്പ് വേണം. നമുക്ക് അതൊന്നും ഇല്ല. നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പൊ പോയി പോകുന്ന സാധനങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ നമ്മളെ ലീഗ് തന്നെ നടക്കൂലേ എന്ന് അറിയാത്ത സിറ്റുവേഷനിലുള്ളത്. നല്ലൊരു ലീഗ് സ്ട്രക്ചർ ഇല്ല, നല്ലൊരു സ്കൗട്ടിംഗ് സിസ്റ്റം ഇല്ല. ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ഒരു ടീമിനെ വേൾഡ് കപ്പ് കളിപ്പിക്കും എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന കാര്യമാണ്. പൊതുവെ ടീമുകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്താ? എല്ലാ ടീമുകളും നല്ല ഫോമിലാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ ടീമുകൾ, സ്പെയിൻ ആവട്ടെ, ഹോളണ്ട് ആവട്ടെ, പോർച്ചുഗൽ ആവട്ടെ, ഇവരൊക്കെ ഫ്രാൻസ് ആവട്ടെ, ഇവരൊക്കെ നല്ല ഫോമിലാണുള്ളത്. അതേപോലെ ഇപ്പം ഐവറി കോസ്റ്റ് ഫ്രാൻസിനെ തോപ്പിച്ചു ഇപ്പൊ സന്നാഹ മത്സരത്തിൽ. അപ്പോൾ ഒന്നിനെ എഴുതി തള്ളാൻ പോലും പറ്റാത്ത സിറ്റുവേഷനാണ് ഉള്ളത്. പിന്നെ ചെറിയ ടീമുകൾ വന്നിട്ടുണ്ട് ക്വാളിഫൈ ചെയ്തിട്ട്. 1.5 ലക്ഷം ജനസംഖ്യയുള്ള ടീം പോലും ഇപ്പം കളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി എന്താ പറയാ ഭയങ്കര കാണികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേൾഡ് കപ്പ് എന്താ പറയാ എല്ലാരും സാറ്റിസ്ഫൈ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. മത്സരം നടക്കും. തീ പാറും. എല്ലാ വേൾഡ് കപ്പിനും തീ പാറും. ഇപ്പൊ കുറച്ചും കൂടി അധികം പാറും. ഇനിയിപ്പോ നമ്മളോട് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആണ്. എന്ത് തോന്നുന്നു, എന്താണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്? തീർച്ചയായും ഒരു പുതിയ ആശയം എന്നല്ല, നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ലോകത്തെമ്പാടുമുള്ള ക്ലബ്ബുകളൊക്കെയും ഇത്തരത്തിൽ ഡബിൾ ഡെക്കറിൽ അവരുടെ വിജയാഘോഷം നടത്താറുണ്ട്. ഇവിടെ നമുക്ക് അതിനുള്ള സാധ്യത ഉണ്ടായി, നമ്മളത് ഉപയോഗിച്ചു. അത്രമാത്രം ഒരു പുതിയ കാലത്തുള്ള ഒരു ആഘോഷം, അത്ര തന്നെ. കപ്പ് നേടുമോ? തീർച്ചയായും ക്രിസ്ത്യാനോ റൊണാൾഡോന് കപ്പ് അർഹിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് പോർച്ചുഗൽ ടീമിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബ്രൂണോ ഫെർണാണ്ടസും എല്ലാവരും വമ്പൻ ഫോമിലാണ്. തീർച്ചയായും നമ്മൾ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും എല്ലാവരും അവരുടെ ടീം ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ, നഗരം നിറഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടികൾ തന്നെ ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കുകയാണ് SFI. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.